കൂട്ടുകാരെ, അജീഷാണ് ഇടുക്കി ചില്ലീസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ബൈസമാലിയുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബൈസമാലിയിൽ നിന്ന് രാജക്കാട് പോകാനുള്ള ഒരു വഴി നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ജോസ്ഗിരി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലൂടെ യാത്ര അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. ഹായ് കൂട്ടുകാരെ, നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് ബൈസമാലി ഗ്രാമത്തിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ ആ ഗ്രാമത്തിൻ്റെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് കിടക്കുന്ന വഴിയില്ലേ, ആ വഴി കൂടെ ഏകദേശം ഒരു 12 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് പോകണം കേട്ടോ. പോകുന്ന വഴിക്ക് മനോഹരമായിരിക്കുന്ന നിരവധി കാഴ്ചകളാണ് നമ്മൾ തേടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൈസമാലി മുതൽ രാജക്കാടടുത്ത് മുല്ലക്കാനം വരെയുള്ള യാത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വെറൈറ്റി യാത്രയൊക്കെ നടത്തി കുറേ അധികം കാഴ്ചകളൊക്കെ കണ്ട് പ്രകൃതിയോട് ഒത്തിണങ്ങിക്കൊണ്ട് നല്ല അടിപൊളി യാത്രയാണ് ഇന്ന് നടത്തുന്നത്. ശരിക്കും ഒരു റോഡ് ട്രിപ്പ്. അപ്പോൾ കൂടെ കൂടിക്കോട്ടോ, ഒരുപാട് കാഴ്ചകളുണ്ടേ. അങ്ങനെ ബൈസമാലിയിൽ നിന്ന് നമ്മൾ ജോസ്ഗിരി കൂടി രാജക്കാട് പോകുന്ന വഴിക്കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിലൊക്കെ ധാരാളം റിസോർട്ടുകൾ, ഹോം സ്റ്റേകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് കേട്ടോ. ശരിക്കും ഏറ്റവും എളുപ്പത്തിൽ കുഞ്ചിത്തണ്ണി ടച്ച് ചെയ്യാതെ രാജക്കാട് പോകാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് ഇത് കേട്ടോ. ഒരു കാലഘട്ടത്തിൽ വളരെ ഇടുങ്ങിയ വീതി കുറഞ്ഞൊരു വഴിയായിരുന്നു. അപ്പോൾ ആ വഴിയൊക്കെ മാറ്റിയിട്ട് ഇപ്പം നല്ല കിടിലൻ റബ്ബറൈസ്ഡ് വഴികളെ നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലം പോയ പോക്കെ. ശരിക്കും ഇത് നേരെ പോകുന്നത് അടുത്ത മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജോസ്ഗിരി എന്ന് പറയുന്ന സ്ഥലമാണ്. അതൊരു ചെറിയ ഗ്രാമമാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ രാജക്കാട് അടുത്ത് വരെ മുല്ലക്കാനത്ത് പോയിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ മനോഹരമായിരിക്കുന്ന ഒരു പാലമൊക്കെ ഉണ്ട്. ഈ പാലമൊക്കെ കടന്നിട്ട് വേണം നമുക്ക് യാത്ര തുടരാൻ വേണ്ടി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഏലക്കാടാണ് ഫുള്ള്. രാവിലെ നമ്മൾ ബൈസമാലി വീഡിയോ എടുത്തിട്ട് ഉച്ച കഴിഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയാൽ വീണ്ടും ബൈസമാലി എത്തുമെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിന് 40 ഏക്കർ എന്നാണ് പേര് കേട്ടോ. നേരെ പോയാൽ നമ്മുടെ ടീ കമ്പനിയിലേക്കും നമ്മൾ തിരിഞ്ഞു പോകുന്ന വഴി രാജക്കാടിനുമാണ്. അപ്പോൾ യാത്ര തുടരാം അല്ലേ. വളരെ ശാന്തമായിട്ട് എല്ലാം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വഴിയാണ്. കാരണം വെച്ചാൽ ബസ് സർവീസ് വളരെ ഇല്ലാത്തൊരു വഴിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ അടുത്ത നാളെങ്കിലും 1-2 ബസ് സർവീസ് ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. കറക്റ്റ് പട്ടി എൻ്റെ പൊന്നെ പേടിയാ. പണ്ടൊരു പട്ടി വണ്ടിക്ക് വട്ടം ചാടിക്കഴിഞ്ഞാൽ തലയും കുത്തിനൊന്ന് വീണായിരുന്നേ. അതിനുശേഷം പട്ടീനെ കാണുമ്പോൾ നമുക്ക് പേടിയാ. യെസ്, നമ്മളങ്ങനെ തിരിഞ്ഞത് ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ കുരിശുപള്ളി നമുക്ക് കാണാൻ പറ്റുമേ കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് കായ എടുക്കാൻ വന്ന ആളുകളുടെ വാഹനങ്ങളാണ് ഈ കിടക്കുന്നത് മുഴുവനും കേട്ടോ. ഇതൊക്കെ ഇനി കാല സ്പീഡിൽ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പിടിക്കും. ഒരു വാഹനത്തിൽ ഒരു 17 പേരെങ്കിലും ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവും കേട്ടോ. ഈ കാണുന്ന വഴിയില്ലേ, ഇവിടുന്ന് നമ്മുടെ ഇടത്തേക്ക് പിന്നെ തിരിഞ്ഞ് വേണം നമുക്ക് പോകാൻ കേട്ടോ. ഇവിടെ ഒരു ചെറിയ വെയിറ്റ് ഷെഡൊക്കെ ഉണ്ട്. യെസ്, അങ്ങനെ കുത്തനുള്ള കയറ്റമാണ് ഇനി നമുക്ക് കയറേണ്ടത്. നമ്മൾ ഇത്ര നാൾ സഞ്ചരിച്ച രീതിയിലല്ല. ശരിക്കും ബൈസമാലി ചൊക്കർമുടിയുടെ നേരെ ഓപ്പോസിറ്റുള്ള മലക്കടയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ മേഖലയൊക്കെ ഫുള്ള് ഏലക്കാടായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു കയറ്റമൊക്കെ കയറി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേ ഒക്കെ ഉള്ള ഒരു മേഖലയാണ് കേട്ടോ. ശരിക്കും
ഈ ചുക്കരമുടി മലയുള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. അതുകൊണ്ടൊക്കെ ഇത് പ്രവർത്തനം ഇല്ലാതെ കിടക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നിരവധിയായിട്ടുള്ള റിസോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് പ്രവർത്തനം ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം വെച്ചാൽ നല്ല കാടാണ് അതിൻ്റെ പരിസരത്തെ. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് റിസോർട്ടുകൾ, ഹോം സ്റ്റേകളുടെ കാഴ്ചകൾ നമുക്ക് ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഈ ഒരു സൈഡ് കണ്ടോ, അടിപൊളിയല്ലേ? അപ്പോൾ ഇതൊരു മലയുടെ ഏറ്റവും ടോപ്പിക്കിടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. ഇതൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇത്ര നേരം കയറ്റമാണ്, കുത്തനെയുള്ള കയറ്റമാണ് ഇത്ര നേരം നമ്മൾ കയറിയെങ്കിൽ ഇനി കുത്തനെയുള്ള ഇറക്കമാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ആ മലയൊക്കെ കണ്ടോ, എന്ത് രസം നോക്കി, അടിപൊളിയല്ലേ? അങ്ങനെ ഫൈനലി നമ്മുടെ കുരങ്ങുപാറ എന്ന് പറയുന്ന ഒരു ചെറിയ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തി കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുരങ്ങുപാറയ്ക്ക് പോകുന്ന വഴിയാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഏതാ ടീ കമ്പനി എന്ന്. അപ്പോൾ ഇതാണ് കുരങ്ങുപാറ എന്ന് പറയുന്ന ചെറിയ ജംഗ്ഷന്. ഇവിടെ ചെറിയ 1-2 കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എല്ലാം നിലവിൽ. അതുപോലെ ഒരു അംഗൻവാടി ഇവിടെയുണ്ട്. ഇനി കുത്തനെയുള്ള ഇറക്കം എന്ന് മാത്രമല്ല, നല്ല കുത്തനെയുള്ള വളവുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി ചെല്ലുന്നിടത്ത് ഒരു ചെറിയ കുരിശുപള്ളിയുണ്ട്. അത് ജോസ്ഗിരിയുടെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് 2ആയിട്ട് വഴി തിരിഞ്ഞു പോകും. നേരെ പോകുന്നത് കൊച്ചുപ്പ്, ആനച്ചാല്, തേക്കുകാനം. നേരെ പോകുന്നത് തേക്കടി, ജോസ്ഗിരി, മുല്ലക്കാനം, അങ്ങനെയാണേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് വണ്ടി ഒന്ന് നിർത്താവേ. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ നിർത്തി കേട്ടോ. ഈ കാണുന്ന വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലക്കല്ല്, കൊച്ചുപ്പ്, അതുപോലെ കുഞ്ചിത്തണ്ണി, ആനച്ചാലൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ മനോഹരമായിരിക്കുന്ന ഒരു പിൽഗ്രിംസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഒരു കുരിശുപള്ളി, അടിപൊളിയല്ലേ? ആ മലയുടെ അടിവാരത്ത് ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കണേ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ വന്ന വഴി ഇതാണ്. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിജനമായിട്ടാണ് നിങ്ങൾക്ക് തോന്നണമെങ്കിലും ഇതിവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. കാരണം വെച്ചാൽ 2-3 ഏക്കർ സ്ഥലങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിട്ട് ആളിങ്ങനെ ദൂരത്തിലൊക്കെ താമസിക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇപ്പം എല്ലാം കൃഷിപ്പണി നടന്നുകൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തോട്ടത്തിൻ്റെ ഉള്ളിലായിരിക്കും. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തിട്ട് നമ്മൾ സെൻറ്റ് ജോസഫ് ചർച്ച് ജോസ്ഗിരിയുടെ മുമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ചർച്ച് 1953 സ്ഥാപിതമാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഇങ്ങനൊരു സ്കൂളും ഉണ്ട് കേട്ടോ. മനോഹരമായിരിക്കുന്ന ഒരു UP സ്കൂളാണോ LP സ്കൂളാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. UP എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മനോഹരമായിരിക്കുന്ന ആംബിയൻസിലിരിക്കുന്ന ഒരു കിടിലൻ സ്കൂളിൻ്റെ കാഴ്ചകളും ഉണ്ട്. അപ്പോൾ ഈ പള്ളീനെയും ഈ സ്കൂളിനെയും ചുറ്റിയാണ് ശരിക്കും ഈ റോഡ് കടന്നു പോകുന്നത്. അത് തന്നെ നമുക്ക് കാണാൻ എന്തൊരു ചന്തം എന്നറിയാമോ? അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങൾ നമ്മുടെ ഇടുക്കിയിൽ ഇനിയും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനെയുള്ള കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഒരു ലൈബ്രറി ഉണ്ട്, അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, കുറച്ചധികം കടകളുണ്ട് കേട്ടോ. ഒരു ചെറിയ ഗ്രാമം എന്ന് നമുക്ക് പറയാൻ പറ്റും ജോസ്ഗിരി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഗ്രാമത്തിൻ്റെ സ്കൂളും ഇരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ കടകളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ സ്കൂളിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ തൊട്ട് താഴെ നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഈ സ്കൂൾ കാണുന്നത് കേട്ടോ. സെൻറ്റ് ജോസഫ് UP സ്കൂള് ജോസ്ഗിരി എന്നാണ് ഇതിൻ്റെ പേര്.
അങ്ങനെ ഫൈനലി ജോസ്ഗിരി ചെറിയ ഗ്രാമവും കണ്ടിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ്. ഈ വഴി ഇങ്ങനെ പോയിട്ട് നമുക്ക് മുല്ലക്കാനം കൂടി രാജക്കാടിനും പോകാം. തിരിച്ച് നമുക്ക് ആനച്ചാല എല്ലക്കല്ല് പോകുന്ന വഴിയിലേക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ പോയാൽ നമുക്ക് കൊച്ചുപ്പ് കൂടി വീണ്ടും ആദ്യം കൂടി നിന്ന് ആ ഒരു കുരിശിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാനും പറ്റും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ നേരെ ജോസ്ഗിരി മുല്ലക്കാനം പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ധാരാളം ആളുകൾ തിങ്ങിപ്പറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വഴികളല്ലേ, എന്താ അല്ലേ ഈ വഴികളൊക്കെ ഇത്ര ഡെവലപ്പ് ആകുക എന്ന് പറഞ്ഞാൽ. ഇവിടെ കണ്ടോ നല്ല കിടിലിനൊരു വീട് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ ഒരു ചെറിയ നിരപ്പും കഴിഞ്ഞ് കയറി അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് കൊച്ചുപ്പാവും. കൊച്ചുപ്പ് മുല്ലക്കാനമാകും. മുല്ലക്കാനം നമ്മ വല്ലതും തരണേ. ആ വഴികളും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാമല്ലോ. അങ്ങനെ ഫൈനലി നമ്മൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഈ ഇറങ്ങി ചെല്ലുന്ന സ്ഥലമല്ലേ. ഇവിടെ നിന്ന് വഴി രണ്ടായിട്ട് തിരിയുവേ. രണ്ടായിട്ട് തിരിഞ്ഞ് ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയാൽ നമുക്ക് ഈ എല്ലക്കല്ല് പോകാൻ പറ്റും. എല്ലക്കല്ല്, കൊച്ചുപ്പ്, കുഞ്ചിത്തണ്ണിയൊക്കെ നമുക്ക് പോകാൻ പറ്റും ഈ കാണുന്ന വഴി കൂടെ കേട്ടോ. അങ്ങനെ നമ്മൾ ബൈസമലയിൽ നിന്ന് ജോസ്ഗിരി വഴി തുടങ്ങിയിരിക്കുന്ന നമ്മുടെ യാത്ര ഏകദേശം നമ്മൾ മുല്ലക്കാനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ഒരു വഴിയില്ല, ആ വഴി കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലക്കല്ല് വഴി കൊച്ചുപ്പിന് വീണ്ടും നമുക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള 1-2 വളവുകളൊക്കെ ഈ റൂട്ടിലുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് മുല്ലക്കാനം എന്ന് പറയുന്ന മനോഹര സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. അങ്ങനെ ബൈസമാലിൽ നിന്ന് തുടങ്ങി നേരെ ജോസ്ഗിരിയിൽ എത്തിയിട്ട് നേരെ നമ്മളിപ്പോൾ മുല്ലക്കാനത്ത് വന്ന് നമ്മുടെ ഈ വീഡിയോ നമ്മൾ ബൈൻഡപ്പ് ചെയ്യുകയാണ്. വന്ന വഴിക്ക് അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.